വന്ദേമാതരം വിവാദത്തിന്റെ വ്യക്തത വരുത്താനാകാതെ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് ലോക്ഭവൻ വ്യക്തമാക്കിയതോടെയാണ് സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായത്. ലോക്ഭവന് വിശദീകരണത്തെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ വ്യക്തമായ മറുപടി നൽകാനായിട്ടുമില്ല. അതേസമയം ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് തള്ളി മന്ത്രി ടി സിദ്ദിഖ് രംഗത്തെത്തി. താൻ പങ്കെടുക്കുന്ന പരിപാടികളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കറും ഇന്ന് വ്യക്തമാക്കി. വന്ദേമാതരം വിവാദത്തിൽ ലോക്ഭവൻ ഉത്തരവാദിത്തം നിഷേധിച്ചതോടെയാണ് വിഷയത്തിൽ സർക്കാർ വിശദീകരണം നൽകണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കിയത്. എന്നാൽ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനും കൃത്യമായ മറുപടി ഉണ്ടായില്ല. ലോക്ഭവന്റെ പലതരം ഉത്തരവുകൾ വന്നിട്ടുണ്ടല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ ഈ കാര്യത്തിൽ സ്റ്റേറ്റിന്റെ നിലപാട് എന്താണെന്ന്, പിന്നെ ഓരോ മന്ത്രിമാരും അതിലെ നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതില്ല. മുഖ്യമന്ത്രി പറഞ്ഞാൽ അതാണ് ഗവൺമെന്റിന്റെ നിലപാട്. അതേസമയം ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിനെ തള്ളുന്ന നിലപാടാണ് മന്ത്രി ടി സിദ്ദിഖ് സ്വീകരിച്ചത്. തെറ്റുണ്ടായാൽ തിരുത്താൻ കഴിവുള്ള സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും സർക്കാർ നിലപാടിന് വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നവർ സർവീസിൽ ഉണ്ടാകില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. സർക്കാരിന്റെ നയത്തിനും വീക്ഷണത്തിനും അനുസരിച്ചല്ലാതെ പോകുന്നതായ ഒരു ഉദ്യോഗസ്ഥന്മാരും ഈ ഗവൺമെന്റ് കീഴിൽ വാഴില്ല. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. സവർക്കറെ വാഴിപ്പിക്കലും അനുബന്ധ സംവിധാനങ്ങളുമായി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഈ ഗവൺമെന്റ് കീഴിൽ നടക്കില്ല. വന്ദേമാതരം പൂർണ്ണമായി പാടേണ്ട എന്നതാണ് കോൺഗ്രസ് നിലപാടെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രതികരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും അടങ്ങുന്ന വർക്കിംഗ് കമ്മിറ്റി എടുത്ത ഒരു തീരുമാനമുണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ആ തീരുമാനമാണല്ലോ അവരുടെ മനസ്സിലിരിക്കുന്നത്. അതാണല്ലോ ഒഫീഷ്യൽ തീരുമാനം. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഒരു തീരുമാനം എടുക്കുന്നത്. കേരളത്തിൽ BJP ഭരിച്ചാൽ സംഭവിക്കുന്നതാണ് UDF സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് CPIM നേതാവ് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. മുഖ്യമന്ത്രിയും ഗവൺമെന്റും അറിയാതെ ചീഫ് സെക്രട്ടറിക്ക് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ വേണ്ടി പറ്റില്ല. ഇത് മറ്റ് കർശന നിർദ്ദേശത്തിന്റെ ഭാഗമാണെന്ന് മറ്റു മന്ത്രിമാർ പറയുന്നതും തെറ്റാണ് എന്നിപ്പോൾ വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ട പ്രശ്നമാണ്. കേരളത്തിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമാണെങ്കിൽ എന്തൊക്കെയാണോ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ തന്നെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ് സമയത്ത് നടപ്പിലാക്കുന്നു എന്നുള്ളതിൻ്റെ സീരീസ് ഓഫ് ഇഷ്യൂസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ഈ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട ഈ ഓർഡർ. അതേസമയം താൻ പങ്കെടുക്കുന്ന പരിപാടികളിൽ വന്ദേമാതരം പൂർണ്ണമായി പാടുമെന്നും ഇതുതന്നെയാണ് തന്റെ സന്ദേശമെന്നും ഗവർണർ രാജേന്ദ്ര അർലേക്കർ വ്യക്തമാക്കി. I sang that full version, no? Yes, sir. That itself is my message. വിവാദം ആളിക്കത്തുമ്പോഴും വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറിന് പിന്നിൽ ആരുടെ നിർദ്ദേശമാണെന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.